കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ റൈറ്റേഴ്സ് ആണ് എന്നുള്ളത് ഫെമിലറൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു രീതിയാണ്. അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ സിലബസ് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും പഠിക്കാൻ വേണ്ടിയിട്ട്, ഏതൊക്കെ കാര്യങ്ങൾ മുന്നേ തന്നെ ഫർദർ റീഡിംഗ് നടത്തണം, എന്തെങ്കിലും എക്സ്ട്രാ റീഡിങ്സ് വേണോ, അതൊക്കെ മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മൾക്ക് എല്ലാവർക്കും നോവൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത്യാവശ്യം അറിയുന്ന അല്ലെങ്കിൽ നല്ലോണം അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നോവൽ എന്നുള്ള വാക്കിന്റെ ഒറിജിൻ ആക്ച്വലി ലാറ്റിൻ വാക്കായിട്ടുള്ള നോവസ് അല്ലെങ്കിൽ അതിന്റെ മീനിങ് ആയിട്ടുള്ള ന്യൂ എന്നൊരു വാക്കിന് വന്നതാണ്. നോവൽ ബേസിക്കലി എന്താണ്, ഒരു പ്രത്യേക ലെങ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പ്ലോട്ട്, അതിനെയാണ് നമ്മൾ നോവൽ എന്ന് വിളിക്കുന്നത്. അതും ഡ്രാമയും പോയിട്രി ആയിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരുന്നത്. കാരണം 3 ജോണേഴ്സും നമുക്ക് അത്യാവശ്യം നല്ല പരിചയമുള്ള ജോണറാണ്. മുറസാക്കി ഷിക്കിബുവിന്റെ ദ ടെയിൽ ഓഫ് ഗെൻജി എന്ന് പറയുന്ന വർക്കാണ് നമ്മൾ യൂഷ്വലി ആദ്യത്തെ വേൾഡിലെ നോവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിനൊരു നെറേറ്റീവ് പ്ലോട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അതിന് മുന്നേയും പലതും എഴുതപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത് അതാണ് എന്നാണ് പറയുന്നത്. അത് 11th സെഞ്ച്വറിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇംഗ്ലീഷ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡാനിയൽ ഡീഫോന്റെ റോബിൻസൺ ക്രൂസോനെയാണ് നമ്മൾ യൂഷ്വലി ദ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, അതായത് MEG 03 ബ്രിട്ടീഷ് നോവൽ എന്നുള്ള ഈ ഒരു കോഴ്സിൽ നിങ്ങൾ മെയിൻ ആയിട്ടും ബ്രിട്ടീഷ് നോവലിന്റെ ഒരു ഓവർവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ടും ഈ ഒരു സിലബസിൽ അല്ലെങ്കിൽ ഈ ഒരു മൊത്തം കോഴ്സിൽ 9 ബ്ലോക്ക് ആണുള്ളത്. ഞാൻ ഓരോ ബ്ലോക്സിലും മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആണ്. നിങ്ങൾ ഇവിടെ കാണുന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ആദ്യത്തെ 4 ബ്ലോക്സിന്റെ ഓവർവ്യൂ. അതിൽ കുറച്ച് യൂണിറ്റ്സ് ഉണ്ട് ആൻഡ് ഈ യൂണിറ്റ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് സെക്ഷൻ, അതായത് അടുത്ത 5 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പേരുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ യൂണിറ്റ്സും അല്ലെങ്കിൽ ഓരോ ബ്ലോക്സും ഓരോ റൈറ്ററിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ടാകും. സർ വാൾട്ടർ സ്കോട്ട് ഹെൻറി ഫീൽഡിങ്ങിനെയാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് നോവൽ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ റൈറ്ററിനെ പഠിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ ബ്ലോക്ക് തന്നെ ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടോം ജോൺസ് ഹെൻറി ഫീൽഡിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് അതിൽ വളരെയധികം സൊസൈറ്റീനെ പറ്റിയിട്ടും ഇൻഡിവിജ്വൽ വെറ്റ് സൊസൈറ്റി അങ്ങനത്തെ കോൺസെപ്റ്റ്സിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് ആസ്പെക്ട്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ അതിന്റെ ഫിക്ഷനിലെ പല ആസ്പെക്ട്സും നോക്കും. ദെൻ വി ഡു എ റീഡിങ്, അതായത് നമ്മൾ ആ റീഡിങ്ങിനെ അല്ലെങ്കിൽ ആ വർക്കിനെ നമ്മൾ അനലൈസ് ചെയ്യും. ദെൻ വിൽ ടോക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് തീംസ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ദ നോവൽ. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ക്യാരക്ടേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു യൂണിറ്റ് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, കാരണം ഒരു വർക്ക് പഠിക്കുന്ന സമയത്ത് അതിൽ ചുറ്റുപാടിന് ഉണ്ടാവുന്ന എഫക്ട് ആ വർക്കിൽ എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അത് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് തന്നെ എല്ലാ വർക്ക്സും കഴിഞ്ഞാലും അതിന്റെ ആസ്പെക്ട്സ് കഴിഞ്ഞാലും ഒരു റീഡിങ്, അല്ല പല സൈക്കോളജിക്കൽ തിങ്കേഴ്സ് നടത്തുന്ന റീഡിംഗ് പോലെ, പല സ്കൂൾസ് ഓഫ് ക്രിറ്റിസിസം നടത്തുന്ന റീഡിംഗ് പോലെ ഒരു ഫെമിനിസ്റ്റ് റീഡിംഗ് നമ്മൾ അതിന്റെ നടത്തും. അതേപോലെ തന്നെ കുറച്ച് ക്രിട്ടിക്കൽ ഒപ്പീനിയൻസ് അതിന്റെ നോക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിന്റെ നെറേഷൻ എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ നോക്കും. ദെൻ വീൽ മൂവ് ഓൺ ടു വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ലവ്ഡ് റൈറ്റർ ഓഫ് ദി 18th century ലിറ്ററേച്ചർ, ദാറ്റ് ഈസ് ജെയിൻ ഓസ്റ്റൻ. ജെയിൻ ഓസ്റ്റന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഷീ ഹാസ് എ ടോട്ടൽ ഓഫ് 6 വർക്ക്സ്. അതിൽ ഒരു വർക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു വർക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ വർക്ക് എപ്പോഴാണോ എഴുതിയിട്ടുള്ളത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ആ വർക്കിൽ എഴുതപ്പെട്ട റൈറ്റർ ഉണ്ടായിരുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട്, റൈറ്ററുടെ ചിന്താഗതികൾ, സൊസൈറ്റി, അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മളൊരു നോവൽ ഇൻ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. Then we'll move on to the different aspects of the story. അതുകൊണ്ട് തന്നെ അടുത്ത 2 യൂണിറ്റിൽ നമ്മൾ അതിന്റെ തീംസ് ആണ് നോക്കുന്നത്. Then we'll move on to the character of the story and then the narrative of the story. നമ്മളൊരു വർക്ക് വായിക്കുമ്പോൾ ക്രിറ്റിസിസം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? കാരണം ആ ക്രിറ്റിസിസത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ അതിനെ ക്രിട്ടിക് ചെയ്യുന്നതിലൂടെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസും, അതേപോലെ തന്നെ നമ്മൾ യൂഷ്വലി ജസ്റ്റ് ഒരു വായനയിലൂടെ ഓവർലുക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ക്രിട്ടിക്കൽ വ്യൂയിലൂടെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ അവസാനം ഇതിനെ നോക്കുന്നത്. ദെൻ വിൽ മൂവ് ഓൺ ടു എമിലി ബ്രോണ്ടെ. എമിലി ബ്രോണ്ടെ നോവൽസിന്റെ പ്രത്യേകത, സ്പെഷ്യലി നമ്മൾ പഠിക്കാൻ പോകുന്ന നോവലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ജോണറിലേക്ക് നമുക്ക് ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് അത് കോമഡി ആണോ, റൊമാൻസ് ആണോ, ഏത് രീതിയിൽ നോക്കിയാലും എല്ലാ ജോണറിലും ഇടാൻ പറ്റുന്ന ഒരു വർക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വെതറിംഗ് ഹൈറ്റ്സ്. വെതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഹ്യൂമൻസിന്റെ ഒരു ഡാർക്ക് സൈഡ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. സെൽഫിഷ് ആയിട്ടുള്ള ഒരു ലവ്, അല്ലെങ്കിൽ കുറച്ചും കൂടി പൊസസീവ് ആയിട്ടുള്ള ഒരു ലവ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ടും നമുക്ക് ഈ വർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്.
അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം പഠിക്കും. ആൻഡ് വിൽ ടോക്ക് അബൌട്ട് ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഡിസ്കസ്ഡ് ഇൻ ദ വർക്ക്. കാരണം ഏതൊരു വർക്ക് ആയാലും അതിൽ അതിൻ്റെതായ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ വിൽ ഓൾസോ ലുക്ക് അറ്റ് ഹീത്ക്ലിഫ്, ആ ഒരു ക്യാരക്ടറിനെ പറ്റി നോക്കും. അതേപോലെ തന്നെ കാതറിൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ വിൽ ടോക്ക് അബൌട്ട് ദ വെതറിംഗ് ഹൈറ്റ്സ് ആൻഡ് വിൽ ടോക്ക് അബൌട്ട് ദ 150 years, ആ വെതറിംഗ് ഹൈറ്റ്സ് എഴുതി കഴിഞ്ഞിട്ടുള്ള കാലത്തിൽ അതെങ്ങനെയാണ് ഡിഫറെന്റ്ലി അനലൈസ് ചെയ്തത് എന്നുള്ളത് നോക്കും. ക്രിസ്മസ് കാരൽ എന്നുള്ള വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെട്ടിട്ട് ഓൾറെഡി അറിയുന്നുണ്ടാവും, ബിക്കോസ് ഇറ്റ്സ് എ വെരി ഫേമസ് വർക്ക് ടോക്കിംഗ് അബൌട്ട് ദ ഗോസ്റ്റ് ഓഫ് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ ടി വി ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ചാനൽസിൽ അധികം കാണുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ക്രിസ്മസ് കാരൽ എന്നുള്ളത്. ഈ ക്രിസ്മസ് കാരൽ എഴുതിയ റൈറ്റർ എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസ് ആണ്. ചാൾസ് ഡിക്കൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റൈറ്റർ തന്നെയാണ്. ചാൾസ് ഡിക്കൻസിന്റെ വർക്ക്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മൾ പഠിക്കാൻ പോകുന്ന വർക്ക്, അതായത് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, മെയിൻ ആയിട്ടും ലവ്, ഫാമിലി, ഹോം, അത് ആ ഹോമിലെ ജീവിതം, ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി, വെഞ്ചൻസ്, മൊറാലിറ്റി, അങ്ങനെ മൾട്ടിപ്പിൾ ലെയേർഡ് ആയിട്ടുള്ള തീംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതൊക്കെ എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും മാറുന്നതെന്ന് നമ്മൾ അറിയണം. കാരണം ഇന്നിപ്പോൾ ഒരു ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലെയല്ല കുറെ വർഷം മുന്നേ ഉള്ളത്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് യൂണിറ്റിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പഠിക്കും. ദെൻ വിൽ ടോക്ക് അബൌട്ട് അതൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസും അതിൽ സെൽഫ് ഇംപ്രൂവ്മെന്റും എങ്ങനെയാ കാണിക്കുന്നത് എന്നുള്ളത് പഠിക്കും. അതുപോലെ തന്നെ അത് ഇംപ്രൂവ്മെന്റ് ആണോ അല്ലെങ്കിൽ അത് ഇംപ്രൂവ്മെന്റ് അല്ലാതെ ഡിസഇന്റഗ്രേഷൻ ആണോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിക്കും. അതേപോലെ തന്നെ ഫെയറി ടെയിൽ എന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കും. ദെൻ വിൽ ടോക്ക് അബൌട്ട് ക്രൈം ആൻഡ് റെസ്പെക്ടബിലിറ്റി. ചാൾസ് ഡിക്കൻസിനെ പറ്റി പറയുന്ന സമയത്ത് ജോർജ് എലിയറ്റ് എന്നുള്ള റൈറ്ററിനെ നമ്മൾ അറിയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ജോർജ് എലിയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പുരുഷനായിട്ടുള്ള ഒരാളാണ്. നമ്മൾ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് എ പെൻ നെയിം എന്നുള്ളത്. ജോർജ് എലിയറ്റ് ആക്ച്വലി മേരി ആൻ ഇവൻസിന്റെ പെൻ നെയിം ആണ്. ഷീ ഈസ് എ വെരി ഫേമസ് റൈറ്റർ. അവർ വിക്ടോറിയൻ ഇറയിലെ റൈറ്റർ ആണ്. അവർ ആ പേര് സ്വീകരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് കുറച്ചും കൂടി ഒരു സ്റ്റേജ് കിട്ടിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ മെയിൻ ആയിട്ടും ജോർജ് എലിയറ്റിന്റെ മിഡിൽ മാർച്ച് എന്നുള്ള വർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ നോവൽ പഠിക്കുന്ന സമയത്ത് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് സർട്ടൻ അപ്രോച്ചസ്. അതായത് ഈ നോവലിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില രീതികൾ നേരത്തെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ആക്ച്വലി അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു അപ്രോച്ച് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള അപ്രോച്ചിങ് ദ നോവൽ എന്നുള്ളത് നോക്കുന്നത്. പിന്നെ നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യുന്ന അതിന്റെ മറ്റ് ആസ്പെക്ട്സ്, അതായത് അതിന്റെ തീംസ്, ക്യാരക്ടേഴ്സ്, ടെക്നിക്സ്, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ അണ്ടർപൈനിങ്സ്, എലിയറ്റിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്, അത് എങ്ങനെയാണ് നോവലിൽ കാണുന്നത്. ആൻഡ് വിൽ ഓൾസോ ടോക്ക് അബൌട്ട് ദ ഫിനാലെ. ചില വർക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ ഒരു വർക്ക് ഭയങ്കരമായിട്ട് ഒഫെൻസീവ് ആണ് എന്ന് തോന്നും. ചില മൂവീസ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ആൾക്കാരെ കളിയാക്കുന്നില്ല, അപ്പൊ നമുക്കത് ഇഷ്ടമായി എന്ന് വരില്ല. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചില റൈറ്റ്സും അപ്രൂവറും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളത് പരിചയമുള്ളതാണ്. അങ്ങനത്തെ ഒരു വർക്കാണ് ആക്ച്വലി ജോസഫ് കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിനെ പറ്റി പറയുമ്പോൾ ചിനുവ അച്ചീബി പറഞ്ഞത് അത് വളരെ ഡിമോറലൈസിങ്, ഡിപ്ലോറബിൾ അല്ലെങ്കിൽ ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു വർക്ക് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ആഫ്രിക്കൻസിനെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പ്രാവശ്യം ചാലഞ്ച് ചെയ്തൊരു ബുക്കാണ്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോളനൈസ്ഡ് ആയിട്ടുള്ള ഏതൊരു സ്ഥലത്തിനെ പറ്റി പഠിക്കുമ്പോഴും ഈ ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എഴുതുന്നത് യൂഷ്വലി വൈറ്റ്സിന്റെ ഒരു രീതിയാണ് എന്നുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. ബട്ട് നമ്മളത് പഠിക്കുമ്പം നമ്മൾ മെയിൻ ആയിട്ടും ഈ കോളനൈസ്ഡ് പാസ്റ്റ് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ബുക്കിന്റെ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ ഹിസ്റ്റോറി ആൻഡ് ഹിസ്റ്ററി എന്നുള്ള യൂണിറ്റ് പഠിക്കുന്നത്. ദെൻ വിൽ മൂവ് ഓൺ ടു എ ഡീപ്പ് അനാലിസിസ്. അതാണ് അടുത്ത 2 യൂണിറ്റിലെ ഇൻഡെപ്ത് അനാലിസിസ് നടത്തുന്നത്. ദെൻ വിൽ ടോക്ക് അബൌട്ട് ദ റേസ്, ജെൻഡർ. കാരണം ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ റേസ്, ജെൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എത്തനിസിറ്റി അല്ലെങ്കിൽ എംപയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ അത് പഠിക്കണം അതിന്റെ ബേസിസിൽ. ദെൻ വിൽ ടോക്ക് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് എ ഷാഡോ. ഷാഡോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഈ വർക്കിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ നോക്കും. നൗ ലെറ്റ് us talk about ബ്ലൂംസ്ഡേ. ബ്ലൂംസ്ഡേ ജൂൺ 16 നമ്മൾ യൂഷ്വലി ആചരിക്കാറ്. ബ്ലൂംസ്ഡേ എന്താണെന്ന് ചോദിച്ചാൽ കുറെ പേർക്ക് അറിയലുണ്ടാവും, കുറെ പേർക്ക് അറിയലുണ്ടാവില്ല. ജൂൺ 16 ആക്ച്വലി ബ്ലൂംസ്ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ജെയിംസ് ജോയ്സിന്റെ ലൈഫിനെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓരോ വലിയ വലിയ ആൾക്കാരെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെയാണ് ജൂൺ 16 ജെയിംസ് ജോയ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ജെയിംസ് ജോയ്സിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്നുള്ള വർക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഈ വർക്കിൽ മൾട്ടിപ്പിൾ ലെയേർഡ് ആയിട്ടുള്ള മീനിങ്സും തീംസും ഉള്ളത് കൊണ്ട് തന്നെ കോണ്ടെക്സ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്നത്.
Then we'll talk about the genre, അതിന്റെ structure, അതിന്റെ point of view, അതൊക്കെ നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. Then we'll move on to the main character, Stephen Dedalus, അദ്ദേഹത്തിന്റെ personality, അദ്ദേഹത്തിന്റെ growth, അതൊക്കെ നമ്മൾ പഠിക്കും. Then we'll talk about the technique used in the drama and also the criticism it has faced. നമ്മളിപ്പോൾ ആഫ്രിക്ക ഒരു colonized land ആണ്, അതിനെ പറ്റി എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ ഇന്ത്യനെ പറ്റി എഴുതിയ റൈറ്റേഴ്സും ഉണ്ട്. ആൻഡ് നമ്മളെ ലാൻഡിനെ പറ്റി എഴുതുന്ന സമയത്ത് അത് ആരൊക്കെയാണ് എഴുതിയത്, ആ വർക്ക് എന്താണ് പറയുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെയും കൂടി ആവശ്യമാണ്. അപ്പൊ E.M. ഫോസ്റ്റർ എന്ന് പറയുന്ന റൈറ്റർ അതിനൊരു എക്സാമ്പിൾ ആണ്. E.M. ഫോസ്റ്റർ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്. അത് നമ്മളുടെ ലാൻഡിനെ പറ്റിയാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. പാസേജ് ടു ഇന്ത്യ എന്നൊരു ഈ വർക്ക് ആക്ച്വലി വാൾട്ട് വിറ്റ്മനിന്റെ ലീവ്സ് ഓഫ് ഗ്രാസ് എന്നുള്ള വർക്കിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു പേര് ആക്ച്വലി വന്നിട്ടുള്ളത്. ഈ ഒരു വർക്ക് ഓൾ ടൈം 100 നോവൽസ് ടൈംസ് മാഗസിനിൽ ഇൻവോൾവ്, അതായത് വായിച്ചിരിക്കേണ്ട 100 നോവൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ അതിൽ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതേപോലെ തന്നെ അതിന്റെ റെപ്രസെന്റേഷൻസ്, അതിന്റെ ഹിസ്റ്ററി ആൻഡ് ദെൻ റേസ്, ക്ലാസ്, ജെൻഡർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ആഫ്രിക്ക പോലെ കോളനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതൊക്കെ പഠിക്കുമ്പോൾ ഇന്ത്യ പോലത്തെ ഒരു കോളനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തും ഇത് പഠിക്കണം. ആൻഡ് ദെൻ we'll talk about the representations that are being talked about in the novel. And at the end, passage from India. അപ്പോൾ ടു ഇന്ത്യ എന്നുള്ളതും ഫ്രം ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റും നമ്മൾ നോക്കും. നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബയോഗ്രഫിക്കൽ വർക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മ്യൂറിയൽ സ്പാർക്കിന്റെ ടീച്ചറായിരുന്നു, 2 വർഷം പഠിപ്പിച്ച ഒരു ടീച്ചറായിരുന്നു ക്രിസ്റ്റീന കെ എന്ന് പറയുന്നത്. ക്രിസ്റ്റീന കെനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ് ആക്ച്വലി ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രൂഡി എന്ന് പറയുന്നത്. പക്ഷെ ആ വർക്ക് പഠിക്കുന്നതിന് മുന്നേ തന്നെ ആ വർക്ക് എഴുതപ്പെട്ട കാലഘട്ടത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ദ ഇംഗ്ലീഷ് നോവൽ മോഡേണിസം ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വർക്കിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഥറിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിൽ ഓൾസോ ഹാവ് എൻ ഇൻഡെപ്ത് അനാലിസിസ്. അപ്പൊ അടുത്ത 2 യൂണിറ്റ്സ് ആ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് എറ്റ് ദി എൻഡ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിന് ശേഷം 1960s ശേഷം മോഡേൺ നോവൽ, ഇംഗ്ലീഷ് നോവലിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം കൂടി പഠിക്കാം. സോ ഇത്രയുമാണ് ആക്ച്വലി നിങ്ങൾ ഈ ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്ന ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പം സിലബസ് പറയുമ്പോൾ ഒരുപാടുള്ളത് പോലെ തോന്നുമെങ്കിലും വളരെ ചെറിയ ചെറിയ വർക്ക്സ് ആണ് മൊത്തം ഉള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ നോവൽസ് ആകുമ്പോൾ കഥ അറിഞ്ഞാൽ തന്നെ ഏതൊരു ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പറ്റും. സോ ഐ ഹോപ്പ് യു ആർ റെഡി ടു എംബാർക്ക് ദി ജേർണി വിത്ത് മീ. ആൻഡ് ഐ ഹോപ്പ് ഈ സിലബസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത്. ഈ സിലബസിൽ പറയുന്ന വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അറ്റ്ലീസ്റ്റ് വായിക്കാൻ സമയമില്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് സമ്മറി എങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എല്ലാ വർക്ക്സിലും അതിന്റെ കഥ പറയുന്നുണ്ട്, ബട്ട് അത് ജസ്റ്റ് ഒരു സ്മോൾ സമ്മറിയാണ് പറയുന്നത്. ആസ് എ മാസ്റ്റർ ഓഫ് ദിസ് ലാംഗ്വേജ് നിങ്ങൾ ഈ വർക്ക്സ് ഒക്കെ വായിച്ചിരിക്കണം എന്നുള്ളതാണ്, റാദർ ദാൻ ദ ടീച്ചർ ടെല്ലിങ് യു ദ സ്റ്റോറി. അപ്പൊ നിങ്ങൾ വായിക്കാൻ പറ്റാണ് വായിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡീറ്റെയിൽഡ് സമ്മറിയെങ്കിലും അറിഞ്ഞു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ന്യൂ വർക്ക്. ബൈ.